സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൂട്ടുന്നതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഏപ്രിലോടെ DA കൊടുത്തു തീർക്കാൻ തീരുമാനം. ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾക്കായി 23,000 കോടി രൂപ മാറ്റിവെച്ചതായും മന്ത്രി അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൂട്ടുന്നതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് ഉറപ്പ് നൽകുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഏപ്രിലോടെ DA കൊടുത്തു തീർക്കും. ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾക്കായി അടുത്ത വർഷം 23,000 കോടിയിലധികം രൂപ നീക്കിവെച്ചിട്ടുമുണ്ട്. നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ഈ വർഷം തന്നെ തുടങ്ങാനും തീരുമാനമുണ്ട്. റവന്യൂ കമ്മി നികത്താനുള്ള ഗ്രാന്റ് നൽകേണ്ടെന്ന് ധനകമ്മീഷൻ ശുപാർശ ചെയ്തെങ്കിലും കേന്ദ്ര സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോൾ അനുവദിച്ചിട്ടില്ലെങ്കിലും തീരുമാനം പുനഃപരിശോധിക്കുമെന്നാണ് കരുതുന്നത്. കേന്ദ്ര സഹായം കുറഞ്ഞെങ്കിലും ബജറ്റിന്റെ വകയിരുത്തലുകളിലും കണക്കുകളിലും മന്ത്രി മാറ്റം വരുത്തിയിട്ടില്ല. 168 കോടിയുടെ പദ്ധതികൾ അധികം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ മാർച്ചിൽ തുടങ്ങാനിരിക്കെ സംസ്ഥാനം അപ്രതീക്ഷിത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നതായുള്ള സൂചനകളുമുണ്ടായിരുന്നു. കടമെടുപ്പ് പരിധി കേന്ദ്രം വലിയ തോതിൽ തന്നെ വെട്ടിക്കുറച്ചതും പ്രശ്നമായിരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ആശങ്കയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ശമ്പളവും പെൻഷനും കൂട്ടുന്നതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.